الله الرحمن الرحيم وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസം സൂറത്തുൽ ബഖറയുടെ 83 ആയത്ത് വരെയാണ് നാം പാരായണം ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഫുൾ സ്ക്രീനിൽ കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. 84-ാമത്തെ ആയത്താണ്. വഇദ് അഖദ്നാ മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വഇദ് അഖദ്നാ മീസാഖ എന്ന അക്ഷരത്തിന്റെ മുമ്പ് സ എന്ന് പറയരുത്, സ എന്ന് പറയരുത്. മേലെ പല്ലിന്റെയും താഴെ പല്ലിന്റെയും ഇടയിലായിട്ട് നാവിന്റെ തലഭാഗം അല്പം ഒരു ചെറിയ നിലക്ക് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ സ എന്ന് പറയുക. സ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് പറയാം സ. അതല്ല അല്ലെ എന്ന് പറഞ്ഞു നോക്കി. അതേപോലെ സ് എന്ന് പല്ല്, രണ്ട് പല്ലും കൂടി, മേലെയുള്ള പല്ലും താഴെയുള്ള പല്ലും കൂടി പിന്നെ അണച്ചു പിടിച്ച് അത് കടിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് സ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നാവ് അല്പം പുറത്തേക്ക് ഇട്ടാൽ മാത്രമേ സ എന്ന അക്ഷരം ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന് സ എന്നാണ്, മറ്റൊന്ന് സ. മീസാഖക്കും ലാ തസ് കണ്ടില്ലേ? لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വലാ തുഖ്രിജൂന അവിടെ ഇഖ്ഫാ ചെയ്യണം. അൻഫുസക്കും. ഇപ്പൊ എന്ത് ചെയ്തു? ആ മീം ഉച്ചരിച്ചു. അംഫുസക്കും എന്നുള്ളിടത്ത് മീമിന് എന്തുണ്ട്? സുക്കൂൻ കൊടുത്തുകൊണ്ടാണ് വഖഫ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ചേർത്തി ഓതാതെ ഉച്ചരിക്കുമ്പോൾ, വായിക്കുമ്പോൾ മിൻ ദിയാരിക്കും അൻഫുസക്കും എന്ന് പറഞ്ഞ് വഖഫ് ചെയ്തു. ഇനി മിൻ ദിയാരിക്കും എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, വലാ തുഖ്രിജു കൂട്ടി വായിക്കുമ്പോൾ എന്ത് ചെയ്യാ, പ്രശ്നമില്ല, എടുത്തു വായിക്കണം. ഇപ്പൊ നമ്മൾ അൻഫുസക്കും എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെയും എന്ത് ചെയ്യണേ, വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും. എപ്പോ എടുത്തു ഓതുമ്പോഴും ആ മീമ് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും അല്ലേ? വലാ തുഖ്രിജൂന അവിടെ നിന്ന് ഓതുകയാണെങ്കിലും അൻഫുസക്കും എന്ന് ഓർത്തുനിന്ന് ഓതുകയാണെങ്കിലും നേരെ എടുത്ത് നിർത്താതെ ഓതുകയാണെങ്കിൽ ഒറ്റ മീമേ ഉണ്ടാവുകയുള്ളൂ. നിർത്തി ഓതുകയാണെങ്കിൽ പിന്നെ അടുത്ത് മിൻ ദിയാരിക്കും എന്നാണ് ഓതുന്നതെങ്കിൽ മീമിന് രണ്ട് മീമും ഉച്ചരിക്കും. അപ്പൊ എങ്ങനെ? അൻഫുസക്കും. കും എന്ന് പറഞ്ഞപ്പോ ഒരു മീം വന്നു അല്ലേ? പിന്നെ അടുത്ത് മിൻ ദിയാരിക്കും. ഇനി ചേർത്തി ഓതുമ്പോഴാണെങ്കിലോ മുമ്പത്ത് എടുത്തിട്ട് നേരെ ഓതുകയാണെങ്കിൽ വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. എന്താണ് ഇവിടെ എന്താ വന്നേ? സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് തന്നെയാണ് വന്നത്. സുക്കൂനുള്ള മീമ് അല്ലെ? സുക്കൂൻ ഇല്ലെങ്കിലും ഒന്നും ഫത്തും കസ്റൊന്നും ഇല്ല, അപ്പൊ പിന്നെ സുക്കൂനാണ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ഓർമ്മയിലുണ്ടല്ലോ? സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ആണ്, മറച്ചു മണിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. അൻഫുസക്കും ഒറ്റ മീമായി ഉച്ചരിച്ചു. ഇനി ബ ആണെങ്കിൽ മറച്ചു മണിക്കും. ബ അല്ലാത്ത ബഉം മീമും അല്ലാത്ത ബാക്കി 26 അക്ഷരങ്ങൾ ഏത് വന്നാലും മീമിനെ വെളിവാക്കണം. നമുക്ക് പറയാം
أنفسكم من دياركم ثم أقررتم وأنتم تشهدون من دياركم ثم أقررتم من دياركم സ്കൂളിലെ മീം വന്നു. നേരത്തെ പറഞ്ഞ മീമും ബാഹുമല്ലാത്ത ഏതക്ഷരം വന്നാലും മീമിനെ വെളിവാക്കണം, വ്യക്തമായി ഉച്ചരിക്കണം. മിൻ ദിയാരിക്കും, ദിയാരിക്കും എന്ന് വ്യക്തമായി. മീമ് സുക്കൂണുള്ള മീമ് വെളിവായി. മിൻ ദിയാരിക്കും. മീം എങ്ങനെ വെളിവാക്കല്? എന്ന് പറയാം. അതന്നെ മിൻ ദിയാരിക്കും മിൻ ദിയാരിക്കും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാനും കഴിയൂല. മിൻ ദിയാരിക്കും സുമ്മ അഖ്റർതും വഅൻതും തശ്ഹദൂൻ. അഖ്റർതും അഖ്റർതും എന്ന് പറഞ്ഞതിന് ശേഷം വഅൻതും തശ്ഹദൂൻ. ഒന്ന് നോക്കി. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. ബാക്കി വരുന്ന സുക്കൂണുള്ള മീമിന്റെ ശേഷം വരുന്ന 26 അക്ഷരങ്ങൾ. അറബിയിൽ 28 അക്ഷരമാണുള്ളത്. മീമിന്റെ ശേഷം മീമ് വന്നാൽ, മീമിന്റെ ശേഷം ബ വന്നാൽ ഇപ്പത്രായി 28 2 പോയി, അപ്പൊ 26 ബാക്കി 26 അക്ഷരത്തിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും എവിടെ വന്നാലും ഇദ്ഹാർ ചെയ്യണം, വ്യക്തമായി ഉച്ചരിക്കണം മീമിനെ. അപ്പൊ അതുകൊണ്ട് മിൻ ദിയാരിക്കും എന്ന് മീം എങ്ങനെ ഉച്ചരിക്കുക? ചുണ്ട് പൂട്ടിയാലേ മീമാവുള്ളൂ. വായ തുറന്നു കാണുക. എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കി. വായ ഒന്ന് തുറന്നു കാണ്ട് രണ്ട് ഭാഗം മുട്ടാതെ, രണ്ട് ചുണ്ടും മുട്ടാതെ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. ല്ലേ, വായ പൂട്ടുമ്പോഴാണ് എന്ന് പറയുന്നത്. അപ്പൊ മിൻ ദിയാരിക്കും സുമ്മ അഖ്റർതും അഖ്റർതും എന്ന് പറയുന്നത് അഖ്റർതും വഅൻതും തശ്ഹദൂൻ. വഅൻതും എന്ന് ചുണ്ട് പൂട്ടിയതിനു ശേഷം തശ്ഹദൂൻ വഅൻതും തശ്ഹദൂൻ. 85-ാമത്തെ ആയത്ത്. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم. നോക്കണം. ثم أنتم إخفاء أنتم هؤلاء أنتم سكون ميم വന്നു. അതിന് ശേഷം ഹാ. أنتم هؤلاء تقتلون. അവിടെ വഖഫ് ചെയ്തപ്പോൾ തഖ്തുലൂൻ. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എവിടെയാണോ വഖഫ് ചെയ്യുന്നത് വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് എന്താണ്, എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെ? തഖ്തുലൂന എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ തഖ്തുലൂൻ, നൂനിന് സുഖം കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിദ് വരും, അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ന എന്ന അതിന് സുഖം കൊടുത്തപ്പോ നീ എന്നായി ല്ലേ? അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? വാവാണ്. നീട്ടാനുള്ള വാവാണ്, നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ്. നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫാണ്, യാ ആണ്, വാവാണ്. അവിടെ വഖഫ് ചെയ്യാണല്ലോ. അവിടെയും മദ് ആരിദ് വരും. അതിന് മദ് അവിടെ ഇല്ലെങ്കിലും മദ് ആരിദ് വരും. അല്ല, അവിടെ മദ് ഉണ്ട് അല്ലേ? മദ് അവിടെ വരും. എന്താ കാരണം? മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അവിടെ രണ്ട് സ്ഥലത്ത് മദ്ദുണ്ട്. ഒന്ന് ഹ ഉലാഇ തഖ്തുലൂൻ. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഹഉലാഇ തഖ്തുലൂന അൻഫുസകും വതുഖ്രിജൂന ഫരീഖാ
മിൻകും ഫരീഖൻ തൻവീൻ വന്നു, തൻവീന്റെ ശേഷം മീം വന്നു. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം നൗമി നൂന് വാവ് മീമ് യ ഏതൊക്കെയാണ് അക്ഷരങ്ങള്? സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യ എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വരുമ്പോൾ എന്ത് ചെയ്യണം? ഇദ്ഗാമും ചെയ്യണം. ബിഗുന്ന ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ഫരീഖൻ എന്നുള്ളത് ഫരീഖം മിൻകും സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഇഖ്ഫാന്റെ അക്ഷരമാണ് കാഫ് അല്ലേ? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഒന്നെങ്കിൽ സുക്കൂനുള്ള നൂൻ ഉണ്ടാകും അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാവും. ഇവിടെ എന്താണ്? ഫരീഖൻ എന്നുള്ളിടത്ത് തൻവീനാവുന്നത്. തൻവീന്റെ ശേഷം ഏതാ ഉച്ചരിക്കുന്നത്? മി എന്നുള്ളതാണ്. മിൻകും എന്നുള്ളിടത്ത് അവിടെ ഒരു കണ്ടില്ല, മിൻകും അല്ലെ? അവിടെ സുക്കൂനുള്ള നൂൻ വന്നു. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഏതാ അക്ഷരം? കാഫ് വന്നു. അപ്പൊ തൻവീന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ എങ്ങനെയാണ് നമ്മൾ നിയമം നോക്കേണ്ടത്? തൻവീൻ വന്നാൽ അതിന്റെ ശേഷം, സുക്കൂനുള്ള നൂൻ വന്നാൽ അതിന്റെ ശേഷം. രണ്ടും നിയമം ഒന്ന് തന്നെ. സുക്കൂനുള്ള നൂനായാലും തൻവീനായാലും നിയമം ഒന്ന് തന്നെയാണ്. അതിന് ശേഷമുള്ള അക്ഷരം സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം നിബ എന്നാണെങ്കിൽ നിബ അല്ലെ? നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. നീ എന്നുള്ളത് അൻബ എന്നാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ അൻബി എന്നാണെങ്കിൽ അംബി എന്ന് പറയണം. എന്താ കാരണം? നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. അതാണ് നിയമം. അതിന്റെ പേരാണ് എന്ത്? ഇഖ്ലാബ്. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റാ വന്നാൽ ഇദ്ഗാം ബിലാ ഉന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കണം അല്ലേ? മിൻ റബ്ബിക എന്നുള്ളത് മിർ റബ്ബിക എന്ന് പറയും. ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? ഇനി സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യ എന്നീ അക്ഷരത്തിൽപ്പെട്ട നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? നൂനാണെങ്കിൽ അല്ലെങ്കിൽ വാവാണെങ്കിൽ അല്ലെങ്കിൽ മീമാണെങ്കിൽ അല്ലെങ്കിൽ യ ആണെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ഇദ്ഗാമും ബിലാവുന്ന പറഞ്ഞാൽ മണിക്കാതെ യോജിപ്പിക്കുക, കൂട്ടി യോജിപ്പിക്കുക. അതിനാണ് ഇദ്ഗാമും ബിലാവുന്ന എന്ന് പറയാം. ഇപ്പൊ എത്ര അക്ഷരമായി? സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നു, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാം റാ വന്നു, സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി നൂന് വാവ് മിമി യ അല്ലേ? 7 അക്ഷരമായി. ഇനി ഇദ്ഗാറിന്റെ അക്ഷരം 6 അക്ഷരമാണ്. ഇദ്ഗാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈൻ. ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇപ്പൊ 7ഉം 6ഉം എത്ര? 13 അക്ഷരം. ഈ 13 അക്ഷരങ്ങൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകുക. ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ. അറബിയിൽ 28 അക്ഷരമാണ്. 28ൽ 13 പോയാൽ ബാക്കി എത്ര? 15 അക്ഷരം. ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും ഈ പറയപ്പെടാത്ത ബാഉം ലാമും റാഉം നൗമി നൂന് വാവ് മീമ് യാ ഹംസ ഹ ഖ ഐന് ഗൈൻ ഈ പറയപ്പെടാത്ത ഏതക്ഷരം വന്നാലും എന്ത് ചെയ്യും? ഇഖ്ഫാ ചെയ്യണം. അതിൽപ്പെട്ടതാണ് ഏത്? മിൻകും. സുക്കൂനുള്ള നൂനിന്റെ ശേഷം കാഫ് വന്നു, ഇഖ്ഫാ ചെയ്യണം. നേരത്തെ പറഞ്ഞ മീമിന്റെ നിയമങ്ങളും ഓർമ്മയിലുണ്ടാകണം. മീമിന്റെ നിയമങ്ങൾ ഏതൊക്കെയാണ്? മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന്റെ ശേഷം ബാക്കിയുള്ള 26 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഇവിടെ കണ്ടില്ല മിൻകും മി. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നു, ഇദ്ഗാം ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മിൻകും മിൻകും എന്ന് പറഞ്ഞാൽ അതാണ് മണിക്കല്. എന്നറിയാം. മിൻ ദിയാരിഹിം തദാഹറൂന അലൈഹിം ബിൽ ഇസ്മ. ഇവിടെ കണ്ടില്ലേ? അലൈഹിം സുക്കൂനുള്ള മീം വന്നു, മീമിന്റെ ശേഷം ബ വന്നു. നേരത്തെ പറഞ്ഞ മീമിന്റെ നിയമം ഓർമ്മ ഉണ്ടാവണം. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കുക. അലൈഹിം ബിൽ ഇസ്മി എന്ന് പറയുന്നത്, അലൈഹിം ബിൽ ഇസ്മി എന്ന് പറയുന്നത്. അലൈഹിം എന്നായപ്പോ ഇദ്ഹാറായി, വെളിവായി, വ്യക്തമായി. വ്യക്തമാക്കാൻ പാടില്ല ബ ആയതുകൊണ്ട്. ശേഷമുള്ള അക്ഷരം ബ ആയതുകൊണ്ട് വ്യക്തമാക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെ? മറച്ചു മണിക്കണം. ഒഴിവാക്കാനും പാടില്ല, വ്യക്തമാക്കാനും പാടില്ല. അപ്പൊ രണ്ടിന്റെയും ഇടയിലായിട്ട് മറച്ചുകൊണ്ട് അതിനെ മീമിനെ മറക്കുക, എന്നിട്ട് മണിക്കും ചെയ്യാം. മറക്കുക എന്താ? ഇവിടെ ഉള്ളൊരു സാധനത്തെ അതിനെ മറക്കുക. അപ്പൊ ഇല്ലാത്തതുപോലെ എന്നാൽ മണിക്കും ചെയ്യണം. മീം അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് അല്ലേ?
عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم മുഹറമുൻ അലൈക്കും കണ്ടില്ലേ മുഹറമുൻ വഹുവ മുഹറമുൻ അലൈക്കും മുഹറമുൻ എന്ന് വ്യക്തമായി വെളിവായി ഉച്ചരിക്കാനുള്ള കാരണം എന്താണ് മുഹറമുൻ മുൻ എന്ന് പറയാനുള്ള കാരണം എന്താണ് ശേഷമുള്ള അക്ഷരം ഇദ്ഹാറിന്റെ അക്ഷരമാണ് വെളിവാക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് ഐന് വന്നു മുഹറമുൻ അലൈക്കും നേരത്തെ പറഞ്ഞ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് സുക്കൂണിന്റെ നൂനിന്റെയും തൻവീന്റെയും ശേഷം 6 അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം ഇദ്ഹാർ ചെയ്യണം ഹംസ ഹ ഹംസ ഹ ഹ ഖ ഐൻ ഗൈൻ ഐൻ വന്നു മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون 85 ആയത്താണ് ഓതിയത് ഇൻഷാ അല്ലാഹ് പല പ്രാവശ്യം ആവർത്തിച്ച് ഓതുക എവിടെയെങ്കിലും ഭാഗം സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ സംശയമുള്ള ഭാഗത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു 5-6 വട്ടം എങ്കിലും ചുരുങ്ങിയത് ഓതിയിട്ട് അതൊന്ന് ക്ലിപ്തപ്പെടുത്തുക നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകാതെ നമ്മളൊരു ഓതുന്ന രൂപത്തിലല്ല എങ്കിൽ മനസ്സിലാക്കിയത് പേച്ചിട്ടുണ്ടെങ്കിൽ ആ പേച്ച ഭാഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കുക 2-3 പ്രാവശ്യം ഓതി നോക്കുക ഇനി ആ ഭാഗം നമ്മിൽ നിന്ന് പിഴവ് സംഭവിക്കാൻ പാടില്ല ആ രൂപത്തിലേക്ക് മാറുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ് പുതുതായി ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക ഒന്ന് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മൾ അയക്കുന്ന ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കിട്ടണമെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ മെസ്സേജ് ലഭിക്കണമെങ്കിൽ താഴെയുള്ള വലത് ഭാഗത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അത് ഒരു പ്രാവശ്യമേ എന്ത് ചെയ്യേണ്ടുള്ളൂ ക്ലിക്ക് ചെയ്യേണ്ടതുള്ളൂ പിന്നെ അവിടെ തൊടാൻ നിൽക്കരുത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളോട് ആരെങ്കിലും ചോദിക്കുക ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എപ്പോഴും കിട്ടാൻ വേണ്ടിയുള്ള രൂപത്തിലേക്ക് മാറ്റുക ഇൻഷാ അല്ലാഹ് അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ച് അതൊന്ന് ക്ലിയർ ആക്കുക പിന്നെ അത് മാത്രമല്ല നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ സ്ഥിരമായി കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെയുണ്ട് അപ്പോൾ നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് ആ ഗ്രൂപ്പിലേക്ക് വരികയും അതിൻ്റെ ഒക്കെ പുറമെ ചെറിയ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ആ താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യുക ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാനും ഖത്മുകൾ തീർക്കാനും ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് ഓതുക 2-3 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതും അതിന്റെ പുറമെ 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് എന്നും ഓതുന്ന തീരുമാനം എടുക്കുക തീരെ ഓതാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുക ഒന്ന് കൂടെ ഓതിയിട്ടെങ്കിലും ഒരു ഖത്മെങ്കിലും നമുക്ക് തീർക്കാൻ നമുക്ക് സാധിക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ആരും വിഷമിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല നമ്മുടെ ക്ലാസ് ആണ് വിശുദ്ധ ഖുർആനാണ് അത് കേൾക്കുകയും അത് പഠിക്കാൻ ഇരിക്കുകയും ഒക്കെ ചെയ്താൽ അതിന് വലിയ കൂലിയാണ് നമ്മളെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവുക അത് ഉണ്ടാക്കുകയും ചെയ്യുക ഏതെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകാത്ത കണ്ട് അത്ര നല്ല പ്രായമുള്ള അല്ലെങ്കിൽ ക്ലാസ്സുകൾ തീരെ പണ്ടെന്നോ ഓതിയ നിയമങ്ങളൊക്കെ പഠിച്ചതാണ് പിന്നെ അതിനെ ശ്രദ്ധിക്കാതൊക്കെ പോയി അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും എല്ലാവർക്കും മനസ്സിലാകും ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി 2-3 പ്രാവശ്യം പറയുമ്പോൾ ഏതൊരാൾക്കും എന്ത് ചെയ്യും മനസ്സിലാകും ഇൻഷാ അല്ലാഹ് ഇനി 86-ാമത്തെ ആയത്താണ് അല്ലേ
أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون أولئك الذين اشتروا الحياة الدنيا بالآخرة. ഈ ആയത്തിന്റെ തുടക്കം കണ്ടില്ല, ഉലായിക്ക. കഴിഞ്ഞ ദിവസം ഒരാൾ സംശയം ചോദിച്ചിരുന്നു, ഊലായിക്ക എന്നല്ല ഇവിടെ ഉള്ളത് എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഉലായിക്ക എന്ന് വായിക്കുന്നത്? അതിന്റെ മേലെ വാവിന്റെ മുകളിൽ ഒരു ചിഹ്നം കണ്ടില്ല, ചെറിയൊരു വട്ടപൂജ്യം 0. ആ വാവ് ഉച്ചരിക്കുകയില്ല എന്നർത്ഥം. ഇത് ചില അലിഫിന്റെ മുകളിലൊക്കെയാണ് ഇതേപോലെ അല്ലേ. എന്താ അതിനർത്ഥം? ആ അക്ഷരം ഉച്ചരിക്കുകയില്ല. അപ്പൊ പിന്നെ അത് ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടത്. എന്നാ പിന്നെ വായിക്കാൻ പറ്റുമോ? പറ്റൂല. അതവിടെ തന്നെ മുസാഫിലുള്ള ഒന്നും നമ്മള് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. എന്നാ ചില സ്ഥലത്തുണ്ടാവും ഊല എന്നുണ്ടാവും അല്ലെ. ഊല, ആ വാവിന്റെ മുകളിൽ എന്തുണ്ടാവില്ല, പൂജ്യം ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് ആ സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ ഉലായിക്ക എന്ന് വായിക്കാം. ഉലായിക്ക എന്ന് പിന്നെ ആർക്കും വല്ലാതെ സംശയം ഉണ്ടാവില്ല. കാരണം പണ്ട് മുതലേ നമ്മളിങ്ങനെ ഓതി ശീലം ഉണ്ടായതുകൊണ്ട്. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ അത് പണ്ട് ഓതിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഏതെങ്കിലും സമയത്ത് ഇവിടെ എന്താ പെട്ടെന്നൊരു സംശയം ഇഷ്കാലൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. പെട്ടെന്നൊരു സംശയമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ചില സമയത്തുണ്ടല്ലോ ഒരു വെളിച്ചം വരിക. അപ്പൊ അതേപോലെ ചിലപ്പോൾ അങ്ങനെ തോന്നല് വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യാ, ശ്രദ്ധിക്കുക, ഈ വാവ് ഉച്ചരിക്കുകയില്ല. കൂട്ടി വയ്ക്ക്. അതിന്റെ അടിയിൽ വസിലിന്റെ ഹംസയുണ്ട്. വസിലിന്റെ ഹംസ അത് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഏത്? വസിലിന്റെ ഹംസ. أولئك الذين اشتروا الحياة الدنيا بالآخرة أولئك الذين وصلنا مزونو نشتروا الحياة الدنيا أولئك الذين اشتروا الحياة الدنيا اشتروا കഴിഞ്ഞിട്ട് പിന്നെ ഒരു അലിഫുണ്ട്. നേരത്തെ പറഞ്ഞ അലിഫിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു വട്ടപൂജ്യം കണ്ടില്ലേ? അതുപോലെ തന്നെ വസിലിന്റെ ഹംസയുണ്ട്. ആ രണ്ട് അലിഫും ഉച്ചരിക്കുകയില്ല. അല്ലദീന ഇശ്തറബുൽ ഹയാത്തദ് ദുനിയ. ഹയവാത്ത എന്ന് പറയരുത്, ഹയാത്ത. ഹയവാത്ത എന്ന് പറയണമെങ്കിൽ യാഇന് ഫത്ത് ഉണ്ടായിരിക്കണം, വാവിനും ഫത്ത് ഉണ്ടായിരിക്കണം, അതിന്റെ പുറമെ നീട്ടാനുള്ള കുഞ്ഞൊരു അലിഫ് ഉണ്ടായിരിക്കണം. അപ്പൊ ഹയാത്ത അലിഫ് ഉണ്ടായിരിക്കണം. അപ്പൊ ഹയവാത്ത എന്ന് പറയുള്ളൂ. ഇതെന്താ വായിക്ക? ഹയാത്ത. വാവിന്റെ മുകളിൽ ഒരു അലിഫ് കണ്ടില്ലേ? ആ വാവ് അലിഫാണ് എന്നർത്ഥം. അലിഫിന്റെ പോലെ ഉച്ചരിക്കണം എന്നർത്ഥം. ഹയാത്ത, ഹയവാത്ത എന്നല്ല, ഹയാത്ത. ഹയാത്ത ദുനിയ ബിൽ ആഖിറ. ബിൽ ആഖിറ. ആ എന്ന് നീട്ടാനുള്ള കാരണം എന്താണ്? ആഖിറ. ആഖിറ എന്നല്ല, ആഖിറ. ഹംസക്ക് മുകളിൽ ഫത്ത് മാത്രമേ ഉള്ളൂ. ആ എന്ന് പറയാൻ കാരണം എന്താ? ആ ലാമിന്റെ ഇടയിൽ വന്നാൽ ആ എന്നാ വായിക്കേണ്ടത്. കാരണം ഹംസക്ക് ശേഷം ഒരു അലിഫുള്ള പോലെ കാണുന്നില്ല, അവിടെ ലാമിന്റെ ഒരു അലിഫ് കാണുന്നില്ലേ? അപ്പൊ ആ എന്നാ വായിക്കേണ്ടത്. നേരെ മറിച്ച് ആ അലിഫിന്റെ മുകളിൽ തൊട്ട് നേരെ മുകളിലായിട്ട് ഹംസ വന്നാൽ ആ എന്നാ വായിക്കാം. എങ്ങനെ വായിക്കാം? ആ എന്ന് വായിക്കാൻ കാരണം ബിൽ ആഖിറതി ഫലാ യുഖഫഫു അൻഹുൽ അദാബ്. فلا يخفف عنهم العذاب ولا هم ينصرون. ولا هم ചുണ്ടുകൂട്ട അടുത്ത് പറയാ. ولا هم ينصرون. ولقد آتينا موسى الكتاب وقفينا من بعده എന്നുള്ള സുക്കൂൺ നൂനിന്റെ ശേഷം വന്നു. ഇഖ്ലാബ് ചെയ്യാം, നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കാം. മിൻ എന്നുള്ള മിൻ ബഅദി. വഖഫ് ചെയ്തപ്പോ മിൻ ബഅദി. വഖഫൈനാ മിൻ ബഅദിഹി ബിറുസുൽ വആതൈനാ ഈസ ഇബ്ന ഈസ വആതൈനാ ഈസ ഇബ്ന
وآتينا عيسى ابن مريم البينات وآتينا عيسى ابن مريم البينات عيسى ابن എന്ന് വായിക്കരുത് عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم جاءكم رسول بما رسول എന്ന തൻവീനാണ് ഉണ്ടായിരുന്നത്. ആ തൻവീനെ മാറ്റിയിട്ട് മീമായി കൊടുത്തു. റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും لا تهوى أنفسكم استكبرتم ففريقا أنفس ഇത് പലപ്പോഴും പല ആളുകൾക്കും പ്രയോഗം സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. കൂട്ടി വായിക്കൽ അൻഫുസു ഫുസു കുമു അൻഫുസുകുമു ഒക്കെ ലൊമ്മാണ് അല്ലേ. അൻഫുസുകും മുസ്തക്ബർതും استكبرتم أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون كذبتم എന്ന് ചുണ്ട് കൂട്ടിയതിന് ശേഷം وفريقا تقتلون وقالوا قلوبنا غلف ഫാഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള ലാമാണ്. അപ്പൊ ഇതിനൊന്നും ചെയ്യേണ്ട, സാധാരണ പോലെ നിർത്തിയാൽ മതി. ഗുൽഫ് സുക്കൂൻ കൊടുക്കണം. നിർത്തുന്നില്ല എങ്കിൽ ഗുൽഫുൻ എന്നാണുള്ളത്. തൻവീന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? ബ എന്നുള്ളതാണ്. അപ്പൊ ഗുൽഫുൻ എന്ന് പറഞ്ഞാൽ പോരാ. قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون തൻവീന്റെ ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്ന ബികുഫ്രിഹിം ഫഖലീലം. അവിടെ മീം വന്നു. മീമിന്റെ ശേഷം ഫ ആണ്. ഇദ്ഹാർ ചെയ്യണം. 89-ാമത്തെ ആയത്ത്. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് അല്ലേ? നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഫതഹും കസറും ലൊമ്മൊക്കെയുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ തൻവീൻ ലൊമ്മ് തൻവീൻ കസർ ഇവിടക്കുള്ള സ്ഥലത്ത് എന്താണ് ചെയ്യേണ്ടത്? സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഓർമ്മയിൽ ഉണ്ടാകണം. ഫത്ഹ് കസർ ലൊമ്മ്, വെറും ഫത്ത്, ഒറ്റ ഫത്ത്, കസർ ലൊമ്മ്. അതുപോലെ തന്നെ തൻവീൻ കസർ 2 കസർ, അതുപോലെ തന്നെ 2 ലൊമ്മ് വരുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. വലമ്മാ ജാഅഹും കിതാബ് ബഅന് സുക്കൂൻ തൻവീൻ ലൊമ്മാണ്. തൻവീൻ ലൊമ്മോടത്ത് എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ സുക്കൂൻ ആവുകയും തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്യുമ്പോൾ മദ് ആരിൽ വരുന്നതാണ്. കിതാബ് എന്ന് അലിഫുണ്ടല്ലോ, അതിനുശേഷം ബഅന് സുക്കൂൻ കൊടുത്തപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ എന്നുള്ളൊരു അലിഫുണ്ടല്ലോ. കിതാബ് മിൻ ഇൻദ് ദാലിന് കസറാണ്. അപ്പൊ അവിടെ സുക്കൂൻ ചെയ്യൽ ഇങ്ങനെ അവിടെ എന്ത് ചെയ്യാം? വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ നിർത്തേണ്ടത്? ദാലിന് കസർ ആണെങ്കിലും ഫത്ഹ് കസർ ലൊമ്മ്, തൻവീൻ ലൊമ്മ് തൻവീൻ കസർ, ഇവിടെ എന്താണ്? സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇനി തൻവീൻ ഫത്ഹ് ആണെങ്കിലോ ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. എവിടെ?
നേരത്തെ 88-ാമത്തെ ആയത് പറഞ്ഞല്ലോ, ഫഖലീലൻ എന്നുള്ളത് ഫഖലീല, തൻവീൻ ഫത്ത് ആണെങ്കിൽ അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഫഖലീല. അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലത്ത് വകാനു കണ്ടില്ലേ, 89-ാമത്തെ ആയത് വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖൻ ലിമാ മഅഹും വകാനു അവിടെ വഖഫ് ചെയ്യേണ്ടത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. കാരണം ആ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ്. കാന എന്നാണെങ്കിൽ കാന, കാനു എന്നാണെങ്കിൽ കാനു, കാനി എന്നാണെങ്കിൽ അങ്ങനെയല്ല. അങ്ങനെ വരാണെങ്കിൽ ഇങ്ങനെ വരാ, കാനി അല്ലേ, നീ എന്നാണ്. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തൻവീൻ ഫത്തുള്ളോടത്തും അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഫഖലീല, ബസീറ, റഹീമ, ഗഫൂറ, ഗഫൂറ എന്നല്ല ഗഫൂറ. 89-ാമത്തെ ആയത്തിലെ വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി, മിൻ എന്ന് വെളിവാക്കാൻ കാരണം അയിന് വന്നു, ഇദ്ഹാറിന്റെ അക്ഷരം. ഇൻദില്ലാഹി അവിടെ മറച്ചു മണിക്കാൻ കാരണം ഇഖ്ഫാന്റെ അക്ഷരമാണ് ദാല്. ഇൻദില്ലാഹി മുസദ്ദിഖ്, തൻവീൻ ലമ്മും തൻവീൻ കസറക്ക് എന്താണ് സുകൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മുസദ്ദിഖ്, മുസദ്ദിഖുൽ അവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വരൂല. മുസദ്ദിഖുൽ ലിമാ സുക്കൂൻ വരികയും സുക്കൂൻ വരുമ്പോ എപ്പോ നിർത്തുമ്പോഴാണ് ഓത്ത് തൽക്കാലം ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. ഓത്ത് പറ്റ നിർത്തുന്നില്ല, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖ്, അപ്പൊ അവിടെ നീ ശ്വാസം വിടാൻ വേണ്ടി നിർത്തി. ഇതാണ് വഖഫ് എന്ന് പറയാം. ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം. മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനു മിൻ ഖബൽ, വകാനു മിൻ ഖബൽ അവിടെ കണ്ടില്ലേ, വകാനു നീട്ടി, വാവ് നീട്ടാനുള്ളതാണ്. അതിന് ശേഷം ഒരു അലിഫ് ഉണ്ട്, കണ്ടില്ലേ, അലിഫ് എന്നുള്ള ആ അലിഫ് ഉച്ചരിക്കൂല, കാരണം അതിന്റെ മുകളിൽ ഒരു ചിഹ്നം കണ്ടില്ലേ, ഒരു 0 മാർക്ക്. وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به. فلما അവിടെ വഖഫ് ചെയ്യണമെങ്കിലോ فلما എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله. തൻവീന് ശേഷം ഹംസ വന്നു, എന്ത് ചെയ്യണം? തൻവീന് ശേഷം ഹംസ ബഗിയൻ എന്ന് പറഞ്ഞിട്ട് അൻ യുനസ്സില, ബഗിയൻ എന്നുള്ളടത്ത് നിയമം എന്താണ് ഒന്ന് അറിയിക്കുക, കമന്റിലായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗളബിൻ അലാ ഗളബ്. മടക്ക നിയമം നോക്കണം. فباءوا بغضب على غضب وللكافرين عذاب مهين. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا മുസദ്ദിഖാ. വഖഫ് ചെയ്തു, തൻവീൻ ഫത്ഹ ആയതുകൊണ്ട് വഖഫ് ചെയ്യേണ്ടത് നീട്ടിയിട്ടാണ്. മുസദ്ദിഖല്ലി തൻവീന് ശേഷം ലാമു വന്നാൽ എന്ത് ചെയ്യണം? മുസദ്ദിഖല്ലി മാ മഅഹും قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. أنبياء الله أنبياء الله من قبل إن كنتم مؤمنين.
ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون. വഖഫ് ചെയ്തു ളാലിമൂൻ. വഖഫ് ചെയ്യുമ്പോൾ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ്. അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മധ്യ ആരിദ് ഉണ്ടാകുന്നതാണ്, വരുന്നതാണ്. വഅൻതും ളാലിമൂൻ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ ഓതുമ്പൊക്കെ എന്ത് ചെയ്യണം? നിയമങ്ങൾ ഇങ്ങനെ നോക്കണം. ശേഷമുള്ളത് ഇപ്പൊ സാധാരണ പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചൊക്കെ ഓതുമ്പോഴൊക്കെ ഇവിടെ സുക്കൂണിലെ നൂന് വരുന്നുണ്ടോ, നൂന് വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്, തൻവീന് വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്, മീമ് വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്, എന്താണ് അവിടുത്തെ നിയമം എന്ന് ശരിക്ക് ആലോചിച്ചുകൊണ്ട് ഓതുക. ചിലപ്പം കിട്ടും, ചില സമയത്ത് കിട്ടുകയില്ല. എന്നാൽ പോലും അത് നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മറക്കാത്ത രൂപത്തിൽ നമുക്ക് ഓർമ്മയിലുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ വസ്മഉ എന്നൊന്നും പറയരുത്. വസ്ലിന്റെ ഹംസയാണ് അതിന്റെ ഇടയിലുള്ളത്. വസ്ലിന്റെ ഹംസയാന്നാണ്. വസ്ലിന്റെ ഹംസ എന്ന് പറയുമ്പോൾ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. വ കഴിഞ്ഞിട്ടുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി വായിക്കുമ്പോൾ ആ വാന്റെ ശേഷമുള്ള വസ്ലിന്റെ ഹംസ ഉച്ചരിക്കുകയില്ല. വസ്മഉ ഖാലു സമിഅനാ വഅസൈനാ വഉശ്രിബു ഫീ ഖുലൂബിഹിം وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس. വഖഫ് ചെയ്തു. തൊട്ട് മുമ്പുള്ള അലിഫാണ്, നീട്ടാനുള്ള അക്ഷരമാണ്. മിൻ ദൂനിൻ നാസി ഫതമന്നവുൽ മൗത്ത് ഇൻ കുൻതും സാദിഖീൻ. ഫതമന്നവുൽ വു കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്. അലിഫിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ചിഹ്നമുണ്ട്, 0 മാർക്ക് ഉണ്ട്. അടുത്തും വസ്ലിന്റെ ഹംസയാണ്. വസ്ലിന്റെ ഹംസയുടെ സ്വാദുണ്ട്, ചിഹ്നമുണ്ട്. ലാമിന് സുക്കൂന്, പിന്നെയും എന്താണ് അവിടെ ലാമിന് സുക്കൂനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ആ 2 അലിഫും ഉച്ചരിക്കുകയില്ല. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമ് ചേർത്ത് വായിക്കണം. ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. വലയ്യ തൻവീന്റെ സുക്കൂനിലെ നൂനിന്റെ ശേഷം യാ വന്നു. വലയ്യ തമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത്. അബദൻ എന്നാണ്. അബദൻ എന്ന തൻവീന്റെ ശേഷം ബ വന്നു. അബദൻ എന്നുള്ളത് അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽസാലിമീൻ. 95 ആയത്ത് വരെയാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് തുടക്കം മുതൽ ഒന്ന് ഓതി നോക്കാം. എല്ലാവരും കൂടെ ഓതിയിട്ടുണ്ടാകും. ഇനിയും ഓതുക. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض
فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ
ധാരാളം ഖത്മുകൾ തീർക്കാനും പ്രത്യേകിച്ച് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ് തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറാത്തിലേക്ക് ഇതിനൊക്കെ മിസ്ല സവാബ് എത്തിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് എല്ലാ നിലക്കും സന്തോഷം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് 6ാമത്തെ ക്ലാസ് ആണ്. സൂറത്തുൽ ബഖറയുടെ 84ാമത്തെ ആയത്ത് മുതൽ 95 വരെയാണ് ഇന്ന് ഓതിയത്. ഇൻഷാ അല്ലാഹ് 6ാമത്തെ ഭാഗമാണ്, നമ്മുടെ 6ാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പൂർണ്ണമായിട്ടും കേൾക്കുകയും മുമ്പത്തെ ക്ലാസ് കേൾക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ നോക്കിയാൽ ആ ഒരു ക്ലാസ് ഓർഡർ പ്രകാരം 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നോക്കിയാൽ തിരിയുന്നതാണ്. അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, പിന്നെ കുട്ടികളോട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ ആ എടുക്കേണ്ട രൂപം മനസ്സിലാക്കി തരും. ഇനി അതല്ലെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ആ വീഡിയോകൾ മുഴുവനും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ്. അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യും, ആളുകൾ കാണുമ്പോഴും അതൊക്കെ ക്ലാസ്സുകൾ ആളുകളിലേക്ക് കൂടുതൽ എത്താനും അതുപോലെ തന്നെ അവർക്ക് കേൾക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം കൂടിയൊക്കെ ആകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല എല്ലാത്തിനും, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മളൊക്കെ ഓരോ ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ലൈക്ക് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നമ്മുടെ ഒരുപാട് ലൈക്കുകൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നിങ്ങൾ ഓരോ ലൈക്കുകളും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഇതിൽ വരുമ്പോൾ അതൊരു വലിയ ഒരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ അത് നല്ല നിയത്തോടു കൂടെ നമ്മളൊക്കെ ചെയ്താൽ ഏത് പ്രവർത്തനത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകും. നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുന്നതും ഒക്കെ അവൻ്റെ പൊരുത്തത്തിലായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അക്ഷരശുദ്ധിയോടുകൂടൊക്കെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.